ജയിച്ചു. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നീ എന്നെ ഒന്ന് തോൽപ്പിച്ചു. ഈ അന്വേഷണം തീരുന്നവരെ ഈ ചങ്കൂറ്റം നിനക്ക് ഉണ്ടാവണം. ഇത് ഞാൻ മുമ്പേ ചെയ്യണമായിരുന്നു. മുമ്പൊരിക്കൽ കുറച്ചുപേരെ കൊന്നില്ലേ? അന്നേ എനിക്കിത് തോന്നിയിരുന്നെങ്കിൽ മറ്റൊന്നിനും നിങ്ങളുടെ കൈ ഉയരുമായിരുന്നില്ല. ഞാൻ DIG സാറിനെ ഒന്ന് വിളിക്കട്ടെ? വേണ്ട. നമ്മുടെ കമ്പനി അഡ്വക്കേറ്റിനോട് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വരാൻ പറയാം. ഒരാളെയും വിളിക്കണ്ട. എനിക്ക് ഈ കാര്യത്തിൽ ഒരാളുടെയും സഹായം ആവശ്യമില്ല. പത്മ, തനിക്കിതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാ. എനിക്കറിയാം. സ്വന്തം മകന്റെ കംപ്ലൈന്റിന്റെ പേരിൽ സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന ഒരാൾക്ക് എന്ത് സ്വീകരണ കിട്ടുന്നതെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അത് അനുഭവിക്കാൻ തയ്യാറായിട്ട് തന്നെയാ ഞാൻ പോകുന്നത്. അവരെന്നെ ചോദ്യം ചെയ്യട്ടെ, അവരെന്നെ ലോക്കപ്പിൽ ഇടട്ടെ. അത് കണ്ടിട്ടെങ്കിലും അവന് സന്തോഷാവട്ടെ. പത്മ, ഈ സമയത്തെങ്കിലും താൻ തന്റെ വാശിയൊന്ന് ഉപേക്ഷിക്കണം. ഇല്ല, ഇക്കാര്യത്തിൽ എനിക്ക് വേറെ തീരുമാനമൊന്നുമില്ല. അവളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് 100% എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഇക്കാര്യത്തിനെ ആ രീതിയിൽ തന്നെ നേരിടാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പത്മ തോറ്റു കൊടുക്കില്ല. എന്നെ തോൽപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. സാറ് കുഴപ്പക്കാരനാണെന്നാ തോന്നുന്നേ. അയാൾ മമ്മിയെ കോടതി കൊണ്ടുപോവോ? അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അമ്മയ്ക്കെതിരെ മകൻ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാല് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. മാത്രമല്ല, നന്ദിനി മിസ്സിങ്ങുവാ. ഇനി ആന്റി രക്ഷപ്പെടണമെങ്കിൽ നന്ദിനി ആരെങ്കിലും കണ്ടെത്തണം. എന്താ സംഭവിച്ചതെന്ന് നന്ദിനി തന്നെ പറയണം. ചേച്ചി എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്ത് പറയാനാ? സൂര്യക്ക് നല്ലൊരു അവസരം കിട്ടി, അവൻ അത് ഉപയോഗിച്ചു. എന്തായാലും മമ്മി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും നല്ലോണം അറിയാലോ. അമ്മ ഇടപെട്ടിട്ടില്ല. പക്ഷേ അന്വേഷണം മുറുകുമ്പോ വേറെ ആരെങ്കിലും കുടുങ്ങാതിരുന്നാ മതി. വിജയ് എന്താ ഉദ്ദേശിച്ചത്? സൂര്യ നന്ദിനിയെ താലി കെട്ടിയതിന്റെ കാരണക്കാരി താനല്ലേ? അതെത്ര രഹസ്യമായിട്ടാ താൻ ചെയ്തത്? ഉള്ള കാര്യം പറയാലോ. നന്ദിനിയുടെ മിസ്സിങ്ങിൽ തനിക്കും എന്തോ പങ്കുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അക്കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. പല നേരത്തും നമ്മൾ കാണുന്ന മുഖം അല്ല ചേച്ചിക്ക്. അതെ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ മുഖം മാറ്റി വെക്കാറുണ്ട്. ഒരു കാര്യം ചെയ്യ്, 2 പേരും കൂടെ സ്റ്റേഷനിൽ ചെല്ലുമ്പോ എന്നെ സംശയം ഉണ്ടെന്ന് പറ. അതാവുമ്പോ മമ്മിയോടൊപ്പം എനിക്ക് ലോക്കപ്പിൽ കിടക്കാലോ. ഞാനെന്തിനാ അവളെ എന്തെങ്കിലും ചെയ്യുന്നത്? അവള് വീട് വിട്ട് പോകാതിരിക്കാൻ പാടില്ലെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആള് ഞാന്. 2 പേരും കൂടി ഓരോ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ചോണ്ട് വന്നോളൂ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങിയിരിക്കുക എല്ലാവരും ചോദ്യം ചെയ്യാൻ. ഒന്ന് സ്പീഡിൽ പോ, മനുഷ്യന് വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. ഇത് വല്ലാത്തൊരു മെനക്കേട് തന്നെ മോനെ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? സഹിച്ചല്ലേ പറ്റൂ. അതെ, CA വരാൻ സമയായി. ഈ ഇരിപ്പിരുന്ന സാറിന് ഇഷ്ടപ്പെടില്ല. പിന്നെ
നേരം വെളുത്ത് പാതിര വരെ ഈ ഇരിപ്പിരുന്നാ ഞാൻ കച്ചവടം ചെയ്യുന്നത്. എനിക്ക് ഈ ഇരിപ്പിരിക്കാനേ അറിയൂ സാറേ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനല്ലേ പോലീസ് സ്റ്റേഷൻ. കച്ചവടം ചെയ്തോണ്ടിരുന്ന സ്ഥലം വിലക്കിയാലേ പിന്നെ ഞാൻ എന്തോ ചെയ്യണം? പേടിക്കണ്ട സാറേ, നന്ദിനിയുടെ കാര്യത്തിൽ ഒരാളോടും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. സൂര്യ, ഇപ്പോഴെങ്കിലും നീ ഒന്ന് ചിന്തിച്ചേ പറ്റൂ. ആ നിൽക്കുന്നത് നിന്റെ അമ്മയാണ്. നമ്മുടെ വീടിന്റെ അകത്തു നിന്നും പരസ്പരം വെല്ലുവിളിക്കുന്ന പോലെയല്ല, ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇത്രയും നേരം അച്ഛൻ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അമ്മയെ പറഞ്ഞ് മനസ്സാക്കാമായിരുന്നില്ലേ? പോലീസുകാർ തല്ലി പറയിപ്പിക്കുന്നതിനേക്കാൾ അച്ഛന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. സൂര്യ, നീ നിന്റെ നിലപാട് തിരുത്തണം. പത്മയ്ക്കെതിരെ പരാതിയില്ലെന്ന് നീ സിഐയോട് പറയണം. പറ്റില്ല. നിങ്ങൾക്ക് നാണമില്ലേ? എനിക്ക് വേണ്ടി നിങ്ങൾ ആരുടെയും കാല് പിടിക്കണ്ട. എന്നെ ഒരുത്തനും ഒന്നും ചെയ്യില്ല. ഞാനിവിടെ വന്നതേ തോൽക്കാനല്ല, ഇവിടെയും ജയിക്കാനാ. അച്ഛൻ ന്യായീകരിച്ച ആൾ ദേ കയറി പോകുന്ന കണ്ടില്ലേ?